Uncle are very good uncle. Okay. Very nice. Thank you. Huh? I love India. We love Thailand. Hi guys, good morning and welcome to a new vlog. And ഞങ്ങൾ back to Bangkok ആണ്. So from China we are back to Bangkok. ഇവിടെ ഒരു 3 days കുറച്ച് വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ബാക്ക് ടു കൊച്ചിയാണ്. സോ ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ചും കൂടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ചൈനയിൽ എനിക്ക് കുറേ കാണിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും പറ്റിയില്ല. പക്ഷേ ബാങ്കോക്കിൽ കുറേ നാളുമായി വളരെ യുണീക്കായിട്ടും വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം, എനിക്കൊന്ന് ആരും അത് കണ്ടു കാണില്ല, അതൊന്ന് കാണണമെന്നുണ്ട്. സോ അതെന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ആ സ്ഥലം ഓപ്പൺ ആണോ എന്ന് അറിയില്ല, പക്ഷെ എന്തായാലും അവിടെ പോയി ഒന്ന് നോക്കാം. സോ വെൽക്കം ടു അനദർ ഫുഡ് വ്ളോഗ് ഫ്രം ബാങ്കോക്ക് ആഫ്റ്റർ എ ലോങ് ടൈം. എല്ലാ തവണയും ഞങ്ങൾ വരുമ്പോണ്ടല്ലോ ദ ട്രാഫിക് ഇൻ ബാങ്കോക്ക് ഇസ് ജസ്റ്റ് ഗെറ്റിംഗ് സോ വേഴ്സ്. എന്തായാലും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇതുപോലെ വണ്ടി എടുത്ത് ഞങ്ങളെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വിടും. ആൻഡ് അവിടെ നിന്ന് ലുംഫിനി പാർക്ക് എന്ന പാർക്കുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഇതൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ഷോപ്പോ അങ്ങനെയൊന്നും അല്ല. സോ ഇതിപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല. 5 വർഷം മുമ്പ് കണ്ട ഒരു വീഡിയോൻ്റെ ബേസിസിലാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ലുംഫിനി പാർക്ക്. ഞാൻ പറഞ്ഞില്ല ആ സ്ഥലം ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ബാക്കി വിവരങ്ങളൊക്കെ പറയാം. വേഴ്സ്റ്റ് പാർട്ട് ഇസ് ദ ഹീറ്റ്. ഒരു ചൂടാണെന്നറിയോ, ആൻഡ് ഇത് ചൂടത്തിരുന്നാണ് കഴിക്കേണ്ടത്. സോ ഇതാണ് ആക്ച്വലി ലുംഫിനി പാർക്ക് എന്ന് പറയുന്ന ബാങ്കോക്കിലെ ഏറ്റവും വലിയ പബ്ലിക് പാർക്ക്. ഇതിൻ്റെ അകത്ത് ഈവനിങ് നടക്കാനും എക്സസൈസ് ചെയ്യാനും പിക്നിക്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൂടെയാണ് മറ്റേ ഈ റെസ്റ്റോറൻ്റ് അല്ല, ആ ഒരു കട തപ്പി പോകേണ്ടത്. സോ ഇതാണ് ആക്ച്വലി ലുംഫിനി പാർക്ക് എന്ന് പറയുന്ന ബാങ്കോക്കിലെ ഏറ്റവും വലിയ പബ്ലിക് പാർക്ക്. ഇതിൻ്റെ അകത്ത് ഈവനിങ് നടക്കാനും എക്സസൈസ് ചെയ്യാനും പിക്നിക്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൂടെയാണ് മറ്റേ ഈ റെസ്റ്റോറൻ്റ് അല്ല, ആ ഒരു കട തപ്പി പോകേണ്ടത്. ഈ സ്ഥലം പൂട്ടിയാട്ടെ. ഞങ്ങൾ വെയിലത്ത് ഇങ്ങനെ 2-3 കിലോമീറ്റർ നടക്കുകയാണ്. ഒരു ചെറുതാണെങ്കിൽ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കാനുണ്ട്, സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ മെട്രോയിൽ വന്ന് 1.5 കിലോമീറ്റർ നടന്ന് അവിടെ ഇല്ലാതെ ഞങ്ങൾ ഇതുപോലത്തെ സിമിലർ ആയിട്ട് ഒറ്റ സ്ഥലം കൂടിയേ ഉള്ളൂ. അത് ഓപ്പൺ ആണോന്നും അറിയില്ല. അങ്ങോട്ടേക്ക് ഇപ്പോൾ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത് നിൽക്കുവാണ്, കാരണം കാറിൽ പോയി കഴിഞ്ഞാൽ എത്തില്ല ആ ടൈമിലേക്ക്. ഇതിനൊക്കെ നടക്കുന്നുമുണ്ട്. കൂടെ 2 കിലോമീറ്റർ നടത്തി ചൂടത്ത് 38 ഡിഗ്രിയിൽ. ഓക്കെ ഗൈസ്, സോ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തത് ഇവിടെ വന്ന് ഞാൻ ഇത്രയും വർഷം 10 വർഷമായിട്ട് ബാങ്കോക്കിൽ വന്നിട്ടും 12 വർഷമായിട്ട് കണ്ടിന്യൂസ് ബാങ്കോക്ക് വന്നിട്ട് ചെയ്യാത്തൊരു സംഭവമാണ്. വളരെ റിയലി ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, വളരെ ലോക്കലായിട്ടുള്ള, പക്ഷേ ശരിക്കും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു റെസ്റ്റോറൻറ്റ്. നെഗറ്റീവ് മാർക്കറ്റിംഗ്, എറഗൻസ് വെറുതെ വാക്കുകൊണ്ട് പറയുന്നതല്ല, വർഷങ്ങളായി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റിയൽ വർക്കിംഗ് ക്ലാസ്സിന് ഫുഡ് കൊടുക്കാനുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ അങ്കിൾ സാട്ട് എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. ഇതിൻ്റെ ഒരു ബുഫേ ആണ്, വെറും ബുഫേ അല്ല, ഒരു ബുഫേ ഓഫ് ഹോം കുക്ക്ഡ് ലോക്കൽ തായ് ഫുഡ് ആൻഡ് ഗെസ് ദ പ്രൈസ്. ഇത്രയും ഇൻഫ്ലേഷൻ തായ്ലൻഡിൽ നടന്നിട്ട് ഇവിടെ കൊടുക്കുന്നത് വെറും, അത് ലാസ്റ്റ് പറയാം. അപ്പോൾ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ലുക്കില്ല, എന്നെ പോലെ തന്നെ, പക്ഷെ മനസ്സ് നല്ലതായിരിക്കും. ജസ്റ്റ് കിഡിങ് ഗൈസ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് യു ജസ്റ്റ് ക്യാൻ റിലേറ്റ് ദ പീപ്പിൾ കമ്മിങ് ഹിയർ ആൻഡ് യുനോ എങ്ങനത്തെ ആൾക്കാരായിരിക്കും ഇവിടെ വരുന്നത്, എങ്ങനത്തെ ഫുഡായിരിക്കും സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു ഗെറ്റപ്പ് കണ്ടാലും അറിയാം. ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം എന്നൊക്കെ പറയുന്ന പോലെ. ഏറ്റവും തായ്ലൻഡിലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതലൊരു കഷ്ടപ്പെടുന്ന മഴയും വെയിലും ഒക്കെ സഹിച്ച് 12 മണിക്കൂർ ചെയ്യുന്ന ഡെലിവറി ബോയ്സ് ഇവിടെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ക്രാബ്, ബോൾട്ട്, ലൈന്, പിന്നെ വേറെ ലാലാമു, കുറേ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. സോ അവരുടെയൊക്കെ ഏറ്റവും ഫേമസും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് കാണുമ്പോൾ അറിയാം. ഗൈസ് വരുമ്പോൾ തന്നെ പൈസ കൊടുക്കും. പൈസ എത്രയാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന വളരെ ലോക്കൽ ഒത്തൻറ്റിക് ഫ്രഷ്ലി കുക്ക് ഫുഡാണ്. ഇത് എന്തോ എനിക്കൊന്ന് ബീൻസിൻ്റെ എന്തോ ആണ്. ഇത് പോർക്ക് ഇട്ടിട്ടുണ്ട്. ഇതെന്തോ പോർക്കിൻ്റെ തന്നെ മീറ്റാണ്.
ഇത് വെജിറ്റേറിയൻ, ഇത് വെജിറ്റേറിയൻ, ഇതെനിക്കൊന്ന് ചിക്കൻ്റെ സ്പൈസി മിൻസ്, ഇതൊരു ഗ്രീൻ കറി പോലത്തെ, ഇത് നൂഡിൽസ് പോലത്തെ ഒരു സംഭവം, ഇത് മനസ്സിലാവുന്നില്ല, ഇത് മഷ്റൂമിൻ്റെ എന്തോ ആണ്, ഇത് വേറെ എന്തോ വെജിൻ്റെ. ഇത്രയും സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. മരത്തിലൊക്കെയാണ് പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ കുറച്ച് കറിയും അതുപോലെ തന്നെ റൈസുണ്ട്, 2 റൈസ് പോർഷൻസ്. അതല്ലാതെ ദി ഈവൻ ഹാവ് ഡിസേർട്ട് ഓവർ ഹിയർ. ഇത് ഡിസേർട്ടാണ്, കോക്കനട്ട് മിൽക്കിൽ മറ്റ് കസ്കസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. ആൻഡ് ദേ ഹാവ് എ സൂപ്പ്. ഓൾ ദിസ് അങ്കിൾ ഇസ് പ്രൊവൈഡിങ് വിത്ത് ഇമ്മൻസ് ലവ്. വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും ആ സ്നേഹം ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ സൂപ്പിനുള്ളൊരു ബൗളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്ലേറ്റ്സ് ഉണ്ട്. സാധാരണ പ്ലേറ്റ്സ് ഒക്കെയാണ്, എല്ലാം ക്ലീനാണ്. ഓബ്വിയസ്ലി അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് സ്ക്രാച്ചസും അതൊക്കെ കാണും, ബട്ട് ഇറ്റ് ഇസ് എ വെരി ക്ലീൻ. സോ ഞാൻ ആദ്യമേ തന്നെ കുറച്ച് മിൻസ്ഡ് ചിക്കനും ഒരു തായ് ഗ്രീൻ കറിയും ഒരു വെജിറ്റബിൾ വിത്ത് എഗ്ഗും കുറച്ച് റൈസും എടുത്തിട്ടുണ്ട്. വളരെ കണ്ടത് ഇതൊക്കെ നമ്മുടെ ഡെലിവറി ബോയ്സ് ഒക്കെയാണ്, പക്ഷേ ഇത് ഒരു സൈഡിൽ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. ദേ ഒരാൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാധാരണക്കാരുടെ ഫുഡ്. എന്തേ ആണോ? പ്രിൻസ് സാധാരണ ഭയങ്കര ചൂസിയാണ് കേട്ടോ ഇങ്ങനത്തെ ഫ്ലേവറിലൊക്കെ അപ്പോൾ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡാണോ നമുക്കിത് നോക്കാം. സോ ആദ്യമേ തന്നെ എങ്ങനെ കാണിക്കാവേ, അതായിരിക്കും എളുപ്പം. ഇതിൻ്റെ ഈ മിൻസ്ഡ് സംഭവം നോക്കട്ടെ. അതിൽ കുറച്ച് ചില്ലിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റുണ്ട് ഈ ചൂടത്താണെങ്കിലും. ഓ, എക്സ്ട്രീംലി സ്പൈസി. നല്ല തിക്ക് ചിക്കൻ മീറ്റ്സ് ആണ് മിൻസിലുള്ളത്. വാവ്, ഇങ്ങനത്തെ 2 സ്ഥലം ഞാൻ ഇതുവരെ ഇത്രയും സെർച്ച് ചെയ്തിട്ട് കണ്ടുള്ളൂ. ഒരെണ്ണം കൂട്ടിപ്പോയി, ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇവർക്കിത് വലിയ ലാഭമല്ല, പക്ഷെ അവർക്ക് അത് കൊടുത്ത് ഇനി അവർക്കത് കൂട്ടാൻ പറ്റാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയ കുറേ പേർക്ക് ഇതുപോലത്തെ നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് അവരിപ്പോഴും ഈ ഒരു ചെറിയ പൈസയ്ക്ക് ഇത്രയും ഫുഡ്. എത്ര മീറ്റാന്ന് നോക്കണം. മീറ്റ് ഇസ് നോട്ട് വെരി ചീപ്പ് ഇൻ തായ്ലൻഡ്. ഇത് ചിക്കനാണ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ തായ് ഗ്രീൻ കറി. അധികം തേങ്ങാപ്പാലിട്ടില്ല, എന്നാലും അതിൻ്റെ ഇതും ആ ചിക്കൻ്റെ മീറ്റ് വെറും ഗ്രേവി മാത്രമല്ല, ഒരുപാട് പീസസ് ഇട്ടിട്ടുണ്ട്. അടിപൊളി, ഫസ്റ്റ് തന്നെ അടിപൊളി. ഇത് എന്തോ ഒരു വെജിറ്റബിൾ ആണ്. എന്തൊരു ഹോൾസം മീലാണെന്നറിയോ? യു ഗോട്ട് മീറ്റ്, വെജിറ്റബിൾ, റൈസ്. കടക്കാറായ ക്യാപ്സിക്കം തോന്നുന്നു, എഗ്ഗ്, ഇതെല്ലാം ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എത്ര രൂപയായിരിക്കും ഇതിന്. അൺലിമിറ്റഡ് ആണ് എല്ലാം, ഇൻക്ലൂഡിങ് ഡെസേർട്ട് ആൻഡ് സൂപ്പ്. ബുഫേ കഴിയാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറും കൂടെ ഉള്ളൂ. പക്ഷേ ഇവരുടെ സ്നേഹത്തോടെ ഈ ഫുഡ് സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം തരുക, വരുന്നവർ ഹാപ്പി ആയിട്ട് പോകണമെന്നതിനുള്ള മെയിൻ ഉദാഹരണമാണ്. ഞാൻ വന്നപ്പോഴേക്കും ഇവരുടെ തായ് റെഡ് കറി ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നേ. പക്ഷേ ഇത് കണ്ടോ, റെഡ് കറിയും ഗ്രീൻ കറിയും ഫുൾ മീറ്റാണ്. അത് ഫുള്ളായിട്ട് അവർ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. നൂഡിൽസ് ഓബിയസ്ലി ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് കാലിയായി കിടക്കുമായിരുന്നു. ആൻഡ് ഗ്രീൻ കറി, റെഡ് കറി എല്ലാം അവർ വെച്ചിട്ടുണ്ട്. ഇതിൽ ബ്രോക്കളി, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ബ്രോക്കളി എടുത്തു, നൂഡിൽസ് എടുത്തു, ഈ അച്ചിങ്ങ എടുത്തു, ആൻഡ് ഈ തായ് റെഡ് കറി എടുത്തു. പിന്നെ ഇത് ഫിഷ് ആണെന്ന് തോന്നുന്നു, ഇതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ലുക്ക് വാട്ട് ദീസ് പീപ്പിൾ ആർ ഡൂയിങ് ഫോർ ഇതാണ് റിയൽ കമ്മ്യൂണിറ്റി സർവീസ് വിത്ത് ഇൻകം പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ബേസിക് ഇൻകമേ കാണുകയുള്ളൂ. ഇത് ഫിഷാണ് ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഓ മൈ ഗോഡ്, എനിക്ക് സാധാരണ ഫിഷ് നമ്മുടെ നാട്ടിലത്തെ ഫിഷ് ഫ്രൈ ഇല്ലേ, അല്ലെങ്കിൽ മാംഗ്ലൂർ ഈ ടൈപ്പ് മാത്രമേ ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ ഗോവയിലെ റവ ഫ്രൈ. ഇത് ആക്ച്വലി ഭയങ്കര ഫ്ലേവർ. ഇറ്റ് ഓൾമോസ്റ്റ് ടേസ്റ്റ് ലൈക്ക് ചിക്കൻ. നമ്മുടെ നെയ്മീനൊക്കെ ഇല്ല, അത്രയും മീറ്റാണ്. ചില്ലീസൊക്കെ കണ്ടില്ലേ, എന്തൊരു ടേസ്റ്റ്. ഇത് ഞാൻ ആക്ച്വലി വേണ്ടാന്ന് വെച്ചാൽ എടുത്തത്. ഒരു ബൈറ്റ് എടുത്തിട്ട് വേസ്റ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നിങ്ങളോട് പറയാനായിട്ട്. പക്ഷേ ഇറ്റ് ഈസ് വിനാഗ്രി. ആൻഡ് അറിയാലോ, നല്ല ഒരു ഫിഷിന് ഒരിക്കലും ഒരു ഫിഷി സ്മെല്ലോ ടേസ്റ്റോ കാണില്ല. ഇതിനതൊന്നുമില്ല. ഇറ്റ് ഈസ് പ്രോപ്പർലി ഒരു ഫ്രഷ് നമ്മുടെ നെയ്മീൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. വിനാഗ്രി, എരിവ്, ഉപ്പ് പറയുമ്പോൾ തന്നെ ആന്ന് ചെയ്യാൻ തോന്നും. ഇനി ഇവരുടെ നൂഡിൽസ് ഒന്ന് നോക്കട്ടെ. നൂഡിൽസാണ്
ഗ്ലാസ് നൂഡിൽസ് ആണ്, തായ് കറി. നോർമൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന പോലെ എന്താ പറയുക, ഫുഡ് എക്സ്ട്രാഡിനറി ഡെലിഷ്യസോ ഹൈലി റിഫൈൻഡ് ഒന്നുമല്ല, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഗുഡ്നെസ്, ഹോൾസം ഫാമിലി കുക്ക്ഡ് മീൽ. ഇത് അവരുടെ ബ്രോക്കോളിയാണ്. ബ്രോക്കോളിയൊക്കെ എക്സ്പെൻസീവ് ആണ്. ഒന്ന് ആലോചിച്ചു എന്തൊരു ന്യൂട്രീഷ്യസ് ആണ് അച്ചിങ്ങ. അച്ചിങ്ങയ്ക്ക് ഒരു മധുരമുണ്ട്, ഒരു എരിവുണ്ട്. ഷോക്കിംഗ്. എന്ത്ര മീറ്റാ, പോർക്ക്, ചിക്കൻ, ഫിഷ്, എഗ്ഗ്, ബ്രോക്കോളി, മഷ്റൂംസ്, അച്ചിങ്ങ. ചിക്കൻ തന്നെ 2 എണ്ണം. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ബോൺലെസ് പീസ് ഓഫ് ചിക്കൻ. കാണിച്ചു തരാം. ഒരു ചെറിയ ബോണേ ഉള്ളൂ, ബട്ട് ലുക്ക് അറ്റ് ദ മീറ്റ്. ഇതൊക്കെ മീറ്റാ. സൂപ്പർ. ഫൈനലി ഇവരുടെ ഡിസേർട്ട്. സോ ഇതിൽ നോക്കട്ടെ. ഇത് തേങ്ങാപ്പാലിൽ കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത ചെറിയ ടേസ്റ്റ് വരുന്നുണ്ട്. ഉപ്പുണ്ട്, കോക്കനട്ട് ജെല്ലിയുടെ ഒക്കെ ഒരു ഫ്ലേവർ വിത്ത് കോക്കനട്ട് മിൽക്ക്. പക്ഷെ ആ കോക്കനട്ട് മിൽക്കിന് അത്ര ഇൻറ്റൻസിറ്റി ഇല്ല. മേ ബി കോക്കനട്ട് മിൽക്കിൽ ഡൈല്യൂട്ട് ചെയ്ത് ഷുഗർ സിറപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കോക്കനട്ട് ജെല്ലീസ് ഒക്കെ പോലെ ഇട്ടിരിക്കുന്നു. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫീൽ സോ എന്താ പറയുക, റിച്ചാണ്. പക്ഷെ വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല. സാധാരണക്കാർക്കൊക്കെ ഇതുപോലെ ഇത് കഴിഞ്ഞാൽ ഓട്ടത്തിന് പോകാനും അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനും പണിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ വയറ് ഭയങ്കര ബുമ്മെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കാതിരിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. ജെല്ലീസ് പോലെയാ. ജെല്ലീസും ഉണ്ട്, മറ്റേ ഫലൂഡ പോലത്തെ സംഭവം ഉണ്ട്. അടിപൊളി. എന്തൊരു ഫ്രണ്ട്ലി എന്നറിയോ? നിങ്ങളുടെ പേര് നീസെറ്റ് എന്നാണ്. എനിക്ക് നമ്മൾ സേർട്ട് അങ്കിൾ ഷോപ്പ് അങ്ങനെ കണ്ടായിരുന്നില്ല നമ്മൾ. അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ നെയിംസ് വെച്ചതപ്പോൾ. ആൻഡ് ഇതൊന്നും പോരാതെ ഇത് ഇവിടെ വേണമെങ്കിൽ ഫ്രഷ് കുക്കുംബർ പോലത്തെ ഉണ്ട്, വെറുതെ അടിച്ചു കഴിക്കാൻ ഒരു സന്തോഷത്തിന്. ഗൈസ്, സോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫീൽസ് ഗുഡ് ടു ടേസ്റ്റ് എ റിയൽ ഒത്തൻറ്റിക് തായ് ലോക്കൽ ഫുഡ്. ഇത് തന്നെ സെർവ് ചെയ്യുന്ന നല്ല വലിയ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്കിളാണ്. വെരി ഗുഡ് അങ്കിൾ, വെരി നൈസ്, താങ്ക്സ്. ആൻഡ് പറയാനുള്ളത് ഇതുപോലത്തെ ഇനിയും അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറേയും കൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള. വി ലവ് തായ്ലൻഡ്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ലോക്കൽ ഫുഡ് വ്ളോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദിസ് ഇസ് വാട്ട് ഐ ലവ് ടു ഡു ഇൻ മൈ വ്ളോഗ്സ്. ഇതുപോലെ ട്രാവൽ ഫോർ ഫുഡ് ആൻഡ് എക്സ്പ്ലോർ ന്യൂ തിങ്സ്, യുണീക്ക് തിങ്സ്. സോ കമൻറ്റ് ചെയ്യാം. ഞാൻ പറ്റുമെങ്കിൽ രാത്രി വേറെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് വ്ളോഗും കൂടെ ഫുഡിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് വ്ളോഗ് അവസാനിക്കായിരിക്കും. ഇതൊരു റിയലി മെന്റ് ഫോർ സാധാരണക്കാരുടെ ഹോട്ടലായിരുന്നു. ഓക്കെ, സോ ഹോപ്പ് ഇങ്ങനത്തെ വ്ളോഗ്സ് എൻജോയ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ. രാത്രിയിലത്തെ ഫുഡ് നല്ലതാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ആഡ് ചെയ്യാവേ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൊണ്ടാൻ നിങ്ങൾ. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നറിയോ? വർഷങ്ങളായി അങ്കിള് ഇത് 40 ബാത്തിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, 40 തായ് ബാത്ത്. പക്ഷേ ഇത്രയും ഇൻഫ്ലേഷൻ ഇവിടെ കൂടിയതുകൊണ്ട് അങ്കിൾ അത് കൊടുക്കാൻ പറ്റാതെ, പിടിച്ച് നിൽക്കാൻ പറ്റാതെ 10 ബാത്തും കൂടെ കൂട്ടി ഇപ്പോൾ കൊടുക്കുന്നത് 50 തായ് ബാത്താണ് ഇൻറ്റു 2.7. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ആ റേറ്റിലാണ് ഞങ്ങൾ ഇത്രയും ഫുഡ് വിളമ്പുന്നത്.